ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. നെക്സ്റ്റ് ഇസ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അക്കൗണ്ട്സിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. ക്യാഷിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 തരത്തിലാണുള്ളത്. ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പാർ, issue of shares at premium, issue of shares at discount. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്നുള്ളത് നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ when shares are issued at a price equal to their nominal value, it is called shares at par. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണോ അതിന് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണോ, ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഈക്വൽ ടു ദെയർ നോമിനൽ വാല്യൂ, അതിൻ്റെ വാല്യൂ എത്രയാണോ അതിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ്, പബ്ലിക്കിനായാലും ആർക്കായാലും അതിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പാർ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഷെയർ ഓഫ് 10 rupees 10ൻ്റെ ഒരു ഷെയർ 10ന് തന്നെ വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഇഷ്യൂ അറ്റ് പാർ എന്ന് പറയും. 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇഷ്യൂ അറ്റ് പാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇഷ്യൂ അറ്റ് പാറിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ മണി നമ്മൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. ഇനി സെക്കൻഡ് വൺ ഈസ് ഓൺ ആക്സെപ്റ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ മണി വരുമ്പോഴാണ് നമ്മൾക്ക് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. രണ്ടാമത് നമ്മൾ ആ ഒരു അപ്ലിക്കേഷൻ മണി സ്വീകരിക്കുമ്പോൾ, ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ഏതിൽ നിന്ന്? നമ്മളുടെ അപ്ലിക്കേഷൻ മണിയായിട്ട് വന്ന ഷെയർ ആപ്ലിക്കേഷനിൽ നിന്ന്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓൺ മേക്കിംഗ് ഓഫ് അലോട്ട്മെൻറ്റ് ഡ്യൂ. നമ്മൾ അലോട്ട്മെൻറ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ അലോട്ട്മെൻറ്റിലൂടെ അത് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എങ്ങനെയാണ്? ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് ഓൺ മേക്കിംഗ് ഓഫ് അലോട്ട്മെൻറ്റ്. നാലാമതായിട്ട്, അപ്പോൾ ഈ നമ്മൾ ഷെയർ അറ്റ് പാറുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വരാവുന്ന ജേണൽ എൻട്രീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓൺ റെസിപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. നമ്മൾ അലോട്ട്മെൻറ്റ് മണി നമ്മൾ റിസീപ്റ്റ് ചെയ്യുമ്പോൾ, സ്വീകരിക്കുമ്പോൾ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഓക്കെ. ഓൺ മേക്കിംഗ് ദ ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ, നമ്മൾ ഷെയറുമായിട്ട് ഷെയർ അപ്ലൈ ചെയ്തു, അതിൻ്റെ ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓൺ റിസിപ്റ്റ് ഓഫ് ഫസ്റ്റ് കോൾ മണി, ഫസ്റ്റ് കോൾ മണി സ്വീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്നാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്.
നമ്മൾ അപ്ലിക്കേഷൻ മണി സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ്, അപ്ലിക്കേഷൻ മണി സ്വീകരിച്ച് നമ്മൾ അത് അലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നീ കാര്യങ്ങളാണ് കൂടുതലായിട്ടും മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമ്മൾക്ക്. എ ലിമിറ്റഡ്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് നോമിനൽ ക്യാപിറ്റൽ ഓഫ് 10 lakh divided into 10,000 equity shares of 100 each. The company issued 10,000 shares at par payable on 20 on application, 30 on allotment and 20 on first call and 30 on final call. അപ്പോൾ 100 ആയി അല്ലേ. അതായത് ഒരു 10 lakh നോമിനൽ ക്യാപിറ്റലുള്ള എ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി 10,000 ഇക്വിറ്റി ഷെയർസ് ഇറക്കുകയാണ്. അതിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റുപ്പീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ദ കമ്പനി ഇഷ്യൂ 10,000 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്തു. അതിൽ കമ്പനി 10,000 ഇഷ്യൂ ചെയ്തപ്പോൾ പേയബിൾ ഫസ്റ്റ് ഷെയർസ് അറ്റ് പേയബിൾ ഓൺ ആപ്ലിക്കേഷൻ മണി ആയിട്ട് 20 റുപ്പീസ്, അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ 30, ഫസ്റ്റ് കോളിൽ 20, ഫൈനൽ കോളിൽ 30. ഓൾ ഷെയർസ് വേർ സബ്സ്ക്രൈബ്ഡ് ആൻഡ് എമൗണ്ട്സ് വേർ ഡ്യൂലി റിസീവ്ഡ്. എല്ലാ ഷെയർസും നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ഷെയർസും സബ്സ്ക്രൈബ് ചെയ്യുകയും അത് റിസീവ് ചെയ്യുകയും ചെയ്യും. പാസ് നെസസറി ജേണൽ എൻട്രീസ്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ജേണൽ എൻട്രീസ് പാസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എങ്ങനെയാണ്? അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് 10,000 ഷെയർസ്, നമ്മളോട് പറഞ്ഞു 10,000 ഷെയർസാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇറക്കിയിട്ടുള്ളത്. 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇതിനുള്ള എല്ലാ ഷെയർസും വിറ്റ് പോയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അപ്ലിക്കേഷൻ മണി ആണ് നമ്മൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ മണിയുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. നമ്മൾ മുന്നേ പഠിച്ചു ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഷെയറിന് 20 രൂപയാണ്. നമ്മളുടെ ഷെയറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 ഇൻറ്റു 20 എത്രയാണ്? എമൗണ്ട് കോളത്തിൽ 20,000 വരും അല്ലേ. നെക്സ്റ്റ് ഈസ് സോറി 2 lakh വരും. നെക്സ്റ്റ് ഈസ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ട്രാൻസ്ഫർ ഓഫ് ആപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ആപ്ലിക്കേഷൻ മണി കിട്ടി, അത് ഷെയർ ക്യാപിറ്റലിലോട്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഷെയർ അതായത് അക്സെപ്റ്റ് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് റെസിപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഇസ് അക്സെപ്റ്റ് ചെയ്യാണ്. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റലിലോട്ട് എത്രയാണ്? ഈ 2 lakh നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് അത് ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 2 lakh. നെക്സ്റ്റ് ഇസ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എങ്ങനെയാണ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ 10,000 ഷെയർസ്. നമ്മൾക്കറിയാം അലോട്ട്മെൻറ്റ് മണി ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 10,000 ആണ് അല്ലേ. അല്ല, അലോട്ട്മെൻറ്റ് മണി 30 ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 3 lakh വരും. എങ്ങനെയാണ്? 10,000 ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 30 ആണ്. 30 ഇൻറ്റു 10,000 എന്ന് പറയുന്നത് 3 lakh ആണ്. ഇനി ആ അലോട്ട്മെൻറ്റ് മണി നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ അലോട്ട്മെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ്? 3 lakh കിട്ടി. നെക്സ്റ്റ് ഇസ് ഷെയർ ഫസ്റ്റ് കോളിന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 20 റുപ്പീസാണ്.
അത് നമ്മൾ എങ്ങോട്ട് മാറ്റണം? ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ മണി ആയിട്ട് കിട്ടുന്നത് 2 lakh അല്ലേ, 2 lakh. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് 2 lakh കിട്ടിയത്? 10,000 ഇൻറ്റു 20. നെക്സ്റ്റ് ഇസ് ബാങ്ക് ടു ഷെയർ ഫസ്റ്റ് കോൾ. ബാങ്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ കോൾ മണി റിസീവ് ചെയ്തത് ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആകുമ്പോൾ നമ്മൾ 3 lakh കിട്ടുന്നു. എങ്ങനെ 3 lakh കിട്ടുന്നു? 10,000 ഇൻറ്റു 30. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്നുള്ളത് റിസീവ് ചെയ്യുന്നു. അത് നമ്മൾ മാറ്റുന്നു. കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഫൈനൽ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഷെയർ ഇഷ്യൂ അറ്റ് പാർ എന്നുള്ളവിടുന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. താങ്ക് യു.